ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പയർ, വഴുതനങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു തീയൽ വയ്ക്കാം. ആ തീയലിന് നമ്മൾ ഇച്ചിരി പിഴുപുളി ചേർക്കും. അതാണ് ഈ ഉണ്ട പിഴുപുളി എടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം അതാത് സ്ഥലങ്ങളിൽ എടുത്ത് വെച്ചില്ലെങ്കിൽ മറന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം പൊളിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി നമുക്ക് അടുപ്പയിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നല്ല തേങ്ങ ആട്ടിച്ച നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്താണ് ഞാൻ ഇത്രയും സമയം കാണിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കൽ കരിഞ്ഞു പോകും. പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് തേങ്ങ ഇട്ട്, തേങ്ങയുടെ കൂടെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനത് സൈഡിൽ തേങ്ങ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ചിക്കി എടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയായിരിക്കണം എപ്പോഴും നമ്മൾ തീയലിനെടുക്കേണ്ടത് തന്നെയല്ല, ആ തേങ്ങ നല്ലോണം ചെറുതായിട്ട് തിരുമ്മിയിട്ട് വേണം വറക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഒരുപോലെ വറുത്ത് കിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് തീയലിനൊരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. എപ്പോഴും ഒരുപോലെ തന്നെ തേങ്ങ വറുത്ത് എടുക്കാനും അത് തിരുമ്മിയെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇളവൻ തേങ്ങയ്ക്കൊക്കെ തീയിൽ വെക്കാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. പിന്നെ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ നോക്കിക്കണം, തേങ്ങ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കരിയാതിരിക്കാൻ ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളം ചേർക്കാതാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത്. തീയലിന് എപ്പോഴും വെള്ളം ചേർക്കാതെ തന്നെ വേണം തേങ്ങ അരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ തീയൽ കൊള്ളില്ല. പിന്നെ ഞാൻ ഇപ്പം തേങ്ങയും ശകലം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വറക്കുന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചേർക്കാം. ഞാൻ എൻ്റെ ടേസ്റ്റാണ് പറയുന്നത്. പിന്നെ എൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. തേങ്ങ നല്ലോണം മൂത്ത് വരുന്നുണ്ട് കണ്ടോ. ഓരോ പ്രാവശ്യവും ഞാൻ ഇളക്കുന്നതനുസരിച്ച് അത് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. തേങ്ങ നല്ലോണം ഇച്ചിരി പാടുള്ള കാര്യമാണ് തീയിലൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ, മെനക്കെട്ട ജോലിയാണ്. പക്ഷേ അത് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്നറിയാവോ. കണ്ടോ, അത് മൂത്ത് വരുന്നുണ്ട്, നല്ലതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമ്മൾ മെനക്കെട്ട് ചെയ്യുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുക. പിന്നെ ഞാൻ ഇതിനകത്ത് വേറെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കുരുമുളകും പെരിഞ്ചീരകവും കണ്ടോ. അത് തേങ്ങ ഒരുമാതിരി ഒന്ന് മൂത്ത് വന്നതിന് ശേഷമേ ഞാൻ അതിനകത്ത് ഇടാറുള്ളൂ. ഇല്ല ആദ്യമേ ഇട്ടാൽ ആ പെരിഞ്ചീരകം അങ്ങ് കരിഞ്ഞു പോകും. കുരുമുളകിന് ഒരു കങ്ങിയ ചുവയുണ്ടാവും. അത് കാരണം ഞാൻ പകുതി മൂത്തതിന് ശേഷമേ അതിടാറുള്ളൂ. നിങ്ങൾ എൻ്റെ തീയലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. ഞാൻ കാര്യം പറയുന്ന കൂട്ടത്തിൽ അത് മൂത്ത് വരുന്നുണ്ടേ. തീയൽ മൂത്ത് വന്നിട്ടുണ്ട്. തീയലിനുള്ള അരപ്പ് അത് കൈ തോരാതെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് അത് ഞാനൊന്ന് താത്തി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അടുപ്പയിൽ വെച്ചാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഞാൻ ഇത് നല്ലോണം ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച് ഇളക്കി കൊടുക്കുന്നതാണ്. ആ തണുക്കട്ടെ എന്ന് വിചാരിച്ചാലും ചട്ടിക്ക് ചൂടുള്ളത് കാരണം ബാക്കി തേങ്ങയും കൂടെ. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർക്കാം. അപ്പം നിങ്ങൾ ആലോചിച്ചോണം, ഞാൻ തേങ്ങയ്ക്കകത്ത് മഞ്ഞൾ ചേർത്തായിരുന്നു. തേങ്ങ മൂത്ത് വന്നപ്പോൾ പെരിഞ്ചീരകവും കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ചിക്കി ഇളക്കി കൊടുക്കണം. കാരണം ചട്ടിക്ക് ചൂടുണ്ടാവുമേ. അടുപ്പേ വെച്ചിട്ട് ചെയ്യരുത്, അത് കരിഞ്ഞ് തന്നെ പോവും. മുളക് കരിഞ്ഞാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് ചിക്കി എടുക്കുക, നല്ല വൃത്തിയായിട്ട് ചിക്കിയിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കാരണം എനിക്ക് ചട്ടി ആവശ്യമുണ്ട്. ചട്ടി നല്ലോണം പഴുത്തിരുന്നത് കാരണം ഞാൻ പെട്ടെന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത്. ഈ ചട്ടി എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മൾ മുമ്പേ കണ്ടില്ലേ, പയറും ചുമന്നുള്ളിയും വഴുതനങ്ങയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചതിന് അത് വഴറ്റിയെടുക്കണം. മിക്സിയിൽ അരയ്ക്കാനുള്ള തേങ്ങ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് തണുത്തിട്ട് വേണം മിക്സിയിൽ ഇടാനായിട്ട്. കരണ്ടയിലെ കളിയല്ലേ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തിനാ ദുരന്തം വരുത്തി വയ്ക്കുന്നത്. ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചുമന്നുള്ളി വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഒരുമാതിരി ആവുമ്പോഴത്തേക്ക് ഞാൻ ആ പയറ് ഉടങ്ങിയിട്ട്
പയറൂടെ ഇട്ടിട്ട് അതൊന്ന് ചുറ്റിയെടുക്കണം. നിങ്ങൾ ആ പ്ലേറ്റിൽ കണ്ടു കാണുമല്ലോ, ഒരു കഷ്ണം ഒരു ഉണ്ട പുളിയും ഒരു 5-6 പച്ചമുളകും. അതാത് സമയങ്ങളിൽ അത് ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം. എനിക്ക് ക്യാമറാമാനെ കിട്ടിയിട്ടുണ്ട്. ക്യാമറാമാൻ്റെ ഇളക്കം വരുന്നത് കൊണ്ടാണ് അത്രേ ഇതായിട്ട് വരുന്നത്. എന്നാലും ഇതാ നോക്കി അത് വഴന്നിട്ട് നല്ല കോമ്പിനേഷനാണ് തീയൽ വെക്കുന്നത്. കുറച്ച് തീയൽ കാരണം ചേച്ചി പറയുകയോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു നല്ല എരിവുള്ള പച്ചമുളക് ആയത് കാരണം ഒരു 3-4 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇത് വഴന്നേരം കണ്ട ഓരോ പ്രാവശ്യം അത് ഇളക്കും തോറും അതിൻ്റെ കളറും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടില്ല, വഴറ്റിയാണ് എടുക്കുക. നല്ലോണം അത് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ അതിനകത്തോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക. ഇതിനകത്ത് കുറച്ച് ഉപ്പിടണേ. ഉപ്പിടുന്ന പറഞ്ഞാൽ നമുക്ക് കഷ്ണത്തിലെല്ലാം ഉപ്പ് പിടിക്കണം, അതിന് വേണ്ടിയിട്ട് ഉപ്പിടും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. നമ്മൾ തേങ്ങയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി അതിനകത്ത്. പ്രധാനപ്പെട്ട സാധനം ഇവിടെ ചേർക്കാൻ ഇരിപ്പുണ്ട്, വഴുതനങ്ങ. ഒത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ ഇടത്തില്ല, അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഉണ്ടോ? അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വഴുതനങ്ങ ഉണ്ടോ, വഴുതനങ്ങയും കൂടെ ഇളക്കി. വഴുതനങ്ങ എല്ലാവരും ശ്രദ്ധിക്കണം. വഴുതനങ്ങ അരിയുമ്പോൾ അതിന് പൊളന്ന് നോക്കണം, അതിനകത്ത് പുഴുവോ മറ്റുള്ള സാധനങ്ങൾ. വഴുതനങ്ങ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പക്ഷെ അതിനകത്തിരിക്കുന്ന സാധനം നമ്മൾ കാണില്ല. കടക്കാരെ കുറ്റം പറഞ്ഞിട്ടോ ചിത്തൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ വഴുതനങ്ങ എപ്പോൾ അതിനകത്തോട്ട് ശകലം കറിവേപ്പില ഇടാം. ഞാൻ വഴുതനങ്ങയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ നമ്മളെപ്പോഴും അരിയുമ്പോൾ വെള്ളത്തിലോട്ടേ അരിഞ്ഞിടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് പിന്നെ കറുത്ത് പോകും. നമ്മൾ ഇത് എന്തിനായാലും മെഴുക്കുവരട്ടിക്കായാലും മസാല പുരട്ടി വറക്കാനായാലും തീയലിനായാലും വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിടുക. അത് നമ്മൾ അടുപ്പേ ഇടുന്ന സമയത്തേ അത് ആ വെള്ളത്തിൽ നിന്ന് വാരിയിടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് വെന്ത് വരുന്നവരെ അടച്ച് വയ്ക്കും, ചെറിയ ആവിയിൽ വേവ് എടുക്കും. അതെ, അത് വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് വഴന്ന് നല്ല പരുവായിട്ടുണ്ട്. അപ്പം അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പോയി തേങ്ങ വറുത്തത് അരച്ചുകൊണ്ട് ഓടി വരാം. ഇതാണ്ട മിക്സിയിൽ നല്ല വൃത്തിയായിട്ട് അതരച്ച് നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തീയലെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ. വെള്ളം ഒഴിച്ചരച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതിന് കളറും മാറും, ഒരു രുചിയും ഉണ്ടാവും. അതുപോലെ തന്നെ തേങ്ങ നല്ലോണം മൂത്തതാ ഇതുപോലെ കിട്ടണം. അല്ല നമ്മൾ തക്കാളിക്ക ചേർത്തിട്ടില്ല, അതിന് പകരം ഒരു ഉണ്ട പുളി ഞാൻ അതിനകത്ത് കാണിച്ചില്ലായിരുന്നു, അത് നമുക്ക് ഈ അരപ്പിൻ്റെ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു ചെറിയ പുളി ചേരും. ഇതാണ്ട് ആ മിക്സിയുടെ ജാറിനകത്ത് അരപ്പും ആ പുളിയില്ലേ, ആ പുളി ഞെരടിയ വെള്ളവും കൂടാണ് നമ്മൾ ഈ ഒഴിച്ച്. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ കണ്ടോ, നല്ല അടിപൊളി തീയലായിട്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. പക്ഷെ അതിന് മുന്നേ ഇങ്ങനെ ഇളക്കി
ഒന്ന് ചൂടാക്കണം. തീയിൽ നമ്മൾ തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ വേറൊരിതാവും. നമ്മളിങ്ങനെ ചെറിയ ചൂടോടിങ്ങനെ ഇളക്കി കൊടുക്കുകയേ ചെയ്യാവൂ. കേട്ടോ, ഇതാ അടിപൊളി തീയൽ. ഇന്ന് തീയൽ, കാബേജ് തോരൻ. നമ്മൾ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന തീയലും വെള്ളം ചേർത്തരയ്ക്കുന്ന തീയലും തമ്മിൽ വ്യത്യാസം കണ്ടോ? അത് ഒരുമാതിരി അങ്ങ് വെളുത്തിരിക്കും. ഇത് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ തീയൽ, വഴുതനങ്ങയും പയറും കൊച്ചുള്ളി. എപ്പോഴും കൊച്ചുള്ളിയാണ് നമ്മൾ തീയലിലേക്ക് എടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, മുരിങ്ങയ്ക്കയും തക്കാളിക്കയും ഉണക്കക്കൊഞ്ചും കൂടെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ഇപ്പോൾ തീയൽ റെഡിയായി. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള സംഭവമുണ്ട്, എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണമെന്നില്ല. നല്ല സെറ്റപ്പ് തീയലാണ്. ഇന്നത്തെ ഉച്ചയൂണിന് കാബേജ് ഉപ്പേരി എന്ന് പറയുന്നവരുണ്ട്, കാബേജ് ഞങ്ങൾ തോരൻ എന്നാണ് പറയുക. കാബേജ് തോരൻ, തീയലെന്ന് പറഞ്ഞാൽ വഴുതനങ്ങയും പയറും കൊച്ചുള്ളിയും കൂടെ തീയൽ വെച്ചത്. പിന്നെ കോളിഫ്ലവർ മെഴുക്കുവരട്ടി വെച്ചത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ്. ഇന്ന് തീയലുള്ളപ്പോൾ നമുക്ക് മീൻകറി ഉണ്ട് എങ്കിലും നമുക്ക് തീയലുള്ളപ്പോൾ വേറൊരു കറിയും വേണ്ടി വരത്തില്ല. അതാ കണ്ടോ, അതിൻ്റെ എണ്ണയൊക്കെ ഞാൻ ഞാൻ തീ അങ്ങ് വലിച്ചേരുന്നേ, വെളിയിലിട്ട് അതിന് പൊത്താ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി തീയൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചേട്ടാ, ബൈ ബൈ.